അങ്കമാലിയിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം. മങ്ങാട്ടുകര കപ്പേളയ്ക്ക് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് 2.25 പവൻ സ്വർണം കവർന്നു. സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിന് സമീപത്തെ വീടുകളിലും മോഷണ ശ്രമം നടന്നു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ദൂരി, അങ്കമാലി മങ്ങാട്ടുകര പ്രദേശത്താണ് മോഷണം നടന്നത്. ഒപ്പം സമീപത്തെ 3 വീടുകളിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. ആൾ താമസമില്ലാത്തൊരു വീടാണ് ഇത്. ഈ വീടിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ വീട് കുത്തിത്തുറന്നത്. ഈ സംഭവങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയും പുലർച്ചെയുമായിട്ടാണ് മോഷണ ശ്രമവും ഒക്കെ നടന്നത്. ഈ ആൾതാമസം ഇല്ലാത്ത വീട്, അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലാണ് മോഷണം നടന്നത്. 2.25 പവൻ സ്വർണ്ണമാണ് മോഷ്ടിക്കപ്പെട്ടത്. സമീപത്ത് തന്നെ മറ്റൊരു വീട്ടിൽ മൂന്ന് വീടുകളിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ മറ്റൊരു വീട്ടിൽ അരീക്കൽ വീട്ടിൽ ബേബി പോൾ എന്നയാളുടെ വീടിൻ്റെ മുൻവാതിൽ അതിൻ്റെ പൂട്ട് മണിച്ചിത്രത്താഴ് ഉള്ള പൂട്ടാണ്. ആ വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല. ആ പൂട്ട് തുറന്ന് അകത്ത് കിടന്ന മോഷ്ടാവ് വീടിനുള്ളിലെ സാധനങ്ങളൊക്കെ വലിച്ചുവാരി ഇട്ടിട്ടുണ്ട്. ഈ വീട്ടിൽ എന്നാൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടതായി ഇതുവരെ റിപ്പോർട്ടില്ല. അലമാരയിൽ നിന്ന് തുറന്ന വസ്ത്രങ്ങളൊക്കെ വലിച്ചുവാരി ഇട്ടിട്ടുണ്ട്. മോഷ്ടാവ് ഗേറ്റ് തുറന്ന് വരുന്നതും മുഖമറിഞ്ഞ് എത്തുന്നതിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങളും പിൻവാതിൽ കൂടി കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖം മറച്ച നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആളെ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മങ്ങാട്ടുകര, പീച്ചാനിക്കാട് ഭാഗങ്ങളിൽ, അങ്കമാലിക്ക് അടുത്ത് തന്നെയുള്ള ഈ 2 പ്രദേശങ്ങളിൽ കുറച്ച് നാളായി മോഷണ ശ്രമങ്ങളൊക്കെ പതിവായി നടന്നു വരുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇവിടെ അടുത്തൊരു വീട്ടിൽ ഈ പീച്ചാനിക്കാട് ഭാഗത്ത് ജനലിലൂടെ കൈയിട്ട് വീട്ടമ്മയുടെ മാല പൊട്ടിച്ചുകൊണ്ട് പോയൊരു സംഭവം ഉണ്ടായത്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ ഭീതിയിലാണ്. പോലീസിനോട് എത്രയും വേഗം പ്രതികളെ പിടിക്കണമെന്നുള്ള ഒരു ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. തിയോഫിനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.